ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് 19 പെന്തക്കോസ്ത തിരുനാൾ ദിനമാണ്. പെന്തക്കോസ്ത തിരുനാളിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ആ വേറിട്ടൊരവസ്ഥയിൽ ശിഷ്യന്മാരെ നമ്മുടെ ഇടയിൽ ഇറങ്ങി യേശുവിൻ്റെ കൂടെ ജീവിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 20:19 മുതലുള്ള തിരുവചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഭയചകിതരായി വാതിലടച്ച് റൂമിലിരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ യേശു പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം. ആ അവസ്ഥയിൽ അവർക്ക് ഒരു വലിയൊരു പ്രത്യാശയാണ്. യേശുനാഥൻ വന്ന് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ധരിക്കുവിൻ. തുടർന്ന് വചനഭാഗം പറയുകയാണ്, അവരിലേക്ക് പിതാവായ ദൈവം ആദ്യം മാതാപിതാക്കളിലേക്ക് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞ അവസാനം നിശ്വസിച്ച് ജീവൻ കൊടുത്തതുപോലെ നിർധനരും നിരാലംബരും ആത്മാവിനാൽ മരിക്കപ്പെട്ട തരത്തിലെത്തിയ ശിഷ്യന്മാരെ പിതാവായ ദൈവം സൃഷ്ടിക്ക് ജീവൻ നൽകിയതുപോലെ നിർധനായ ശിഷ്യന്മാരാത്മാവിന് ജീവൻ നൽകുകയായിരുന്നു യേശുനാഥൻ. ഇപ്പോൾ നമുക്ക് കാണാൻ എൻ്റെ തൊട്ട് ബാക്കിയുള്ള പശ്ചാത്തലത്തിൽ പരിശുദ്ധ അമ്മ ഈ സഹനം എങ്ങനെ ജീവനുള്ളതാക്കി മാറ്റി. പരിശുദ്ധ അമ്മയുടെ മുമ്പിലും ഒരു ചോദ്യചിഹ്നമുണ്ടായിരുന്നു. എത്രയോ പരീക്ഷണ ഘട്ടത്തിന് മുമ്പിലാണ്, എത്രയോ തീച്ചുളയുടെ മുമ്പിലാണ് ഗബ്രിയേൽ ദൂതൻ വഴി ആ പ്രഖ്യാപനം കേട്ടത്. എന്നാൽ തൻ്റെ ഭൗതികതകൾക്കപ്പുറം ആത്മാവിനാൽ എങ്ങനെ അതിനെ തിരിച്ചറിയും എന്ന അമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ പിതാവായ ദൈവം പരിശുദ്ധാത്മാവ് വഴി ഗബ്രിയേൽ ദൂതൻ വഴി പരിശുദ്ധാത്മാവിനെ അയക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മയിലേക്ക് പിതാവായ ദൈവം നിറയുകയും അതുവഴി പുത്രനായ ദൈവം ഗർഭം ധരിക്കുവാൻ ആ അമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചു. അതിനാലാണ് തുടർന്നുള്ള സകല സഹനങ്ങളെയും സ്നേഹിക്കുവാനും അതിജീവിക്കുവാനും സാധിച്ചത് പരിശുദ്ധാത്മാവ് വഴിയാണ്. അതാണ് പരിശുദ്ധ അമ്മ പരിഭ്രാന്തരായ ശിഷ്യന്മാരെ, സമൂഹത്തെ വിളിച്ചുകൂട്ടി പെന്തക്കോസ്ത ദിനമായ ആ ദിനത്തിൽ പ്രാർത്ഥന ചൈതന്യത്താൽ നിറച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിയായി തന്നിലേക്ക് അന്ന് വന്ന ആ പരിശുദ്ധാത്മാവ് ഓരോ ശിഷ്യന്മാരിലേക്കും അഗ്നിയായി നിറഞ്ഞപ്പോൾ അവർക്ക് തങ്ങളുടെ ഗുരുനാഥനായ യേശുനാഥനായ പുത്രനായ ദൈവത്തെ സ്വഹൃദയത്തിൽ സ്വാത്മാവിൽ സ്വീകരിക്കുവാനും അതുവഴി തങ്ങളുടെ മുമ്പിലുള്ള സകല ചോദ്യചിഹ്നങ്ങളും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ശിഷ്യന്മാരിലൂടെ യേശുനാഥൻ അന്ന് പരിശുദ്ധാത്മാവ് വഴി പിതാവായ ദൈവം വഴി താൻ ഏറ്റെടുത്ത യേശുനാഥൻ ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുത്ത പരിശുദ്ധ അമ്മ നമുക്ക് ഈ വണക്കമാസ കാലഘട്ടത്തിൽ ഈ പെന്തക്കോസ്ത ദിനം വളരെ വളരെ അതിജീവനത്തിൻ്റെ നിത്യജീവൻ്റെ വലിയൊരു സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇന്ന് നമുക്ക് പഴയകാല ചരിത്രമെടുത്ത് നോക്കിയാൽ അറിയാം, സകല വിശുദ്ധരുടെയും ചരിത്രങ്ങളിൽ തങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കാത്ത വഴികളിലൂടെ, തങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത സഹനങ്ങളിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് വഴി നയിക്കപ്പെടുവാനായിട്ട്, പരിശുദ്ധാത്മാവ് വഴി ആ സഹനങ്ങളെല്ലാം പുഞ്ചിരിയോടെ ഏറ്റെടുക്കുവാൻ സാധിക്കുക വഴി തങ്ങളിലൂടെ യേശുവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിച്ചത്. ഈ പെന്തക്കോസ്ത ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്കും സമൂഹത്തിലും സംഭവിച്ചിരിക്കുന്നത് നിയമത്താലും
ഭൗതികതയുടെ അളവുകോലിനാലും നമുക്ക് പലപ്പോഴും ഈ കാലഘട്ടത്തിൻ്റെ സഹനങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ പരിത്യാഗങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ നിയമത്തിലപ്പുറത്ത് പ്രതിബന്ധങ്ങൾ മറന്ന് വെറോനിക്കയെ പോലെ ഹൃദയത്താൽ യേശുനാഥനെ ഒന്ന് ആശ്വസിപ്പിക്കും, മുഖം തുടച്ച് ഒരു ടവലായി മാറുവാൻ സാധിക്കാറുന്നില്ല. അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ സഭയുടേതായിട്ടുള്ള സകല അഡ്രസ്സുകൾക്കും സമൂഹം ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ ആവശ്യകതയാണെന്നും നാനാജാതി മതസ്ഥർക്കും സഭയുടെ ഈ ആത്മീയ ചൈതന്യം, മിഷൻ ദൗത്യം നിറയണമെങ്കിൽ നമ്മുടെ അനുദിന പ്രവർത്തനങ്ങളിൽ ഒരു പ്രായശ്ചിത്തമുണ്ടായിരിക്കണം, ഒരു പരിത്യാഗമുണ്ടായിരിക്കണം. അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മളിലൂടെ യേശുനാഥൻ ആ പ്രായശ്ചിത്തവും പരിത്യാഗമൊക്കെ അനുഗ്രഹമാക്കി മാറ്റുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന സകല സഹനങ്ങൾക്കും പ്രത്യുത്തരമായി നമ്മുടെ ഏകരക്ഷകനായ യേശുനാഥൻ നമ്മുടെ ഇടയിൽ വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന്, ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന് നമുക്ക് സ്വരം കേൾക്കാം. പെന്തക്കോസ്ത് ദിനത്തിൻ്റെ ആഘോഷങ്ങളിലെ മുഖ്യം നമ്മുടെ അനുദിന ജീവിതം ഒരുക്കമുള്ള, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുക്കമുള്ള ആത്മീയ ജീവിതമാണോ? നമ്മുടെ മുമ്പിൽ വരുന്ന സഹനങ്ങൾക്കും സാഹചര്യങ്ങൾക്കും പ്രതിബന്ധങ്ങൾക്കും നിയമങ്ങൾക്കും അപ്പുറത്ത് ആത്മീയ ചൈതന്യത്തിൻ്റെ ഒരു വേറിട്ട യാത്ര നമുക്ക് അനുഭവിക്കാം. ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ സകല സഹനങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഉത്തരം നൽകാൻ നമുക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം ഒത്തുചേരാം, പരിശുദ്ധാത്മാവിനാൽ നിറയാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.